ഹോർമോസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കപ്പൽ ഗതാഗതത്തിനായി ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു നൽകണമെന്നും ഇല്ലെങ്കിൽ ഇറാന്റെ വിവിധ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുമെന്നുമാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്തിൽ കുറിച്ചത്. ഭീഷണികൾ കൂടാതെ 48 മണിക്കൂറിനുള്ളിൽ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ വിവിധ ഊർജ്ജ നിലയങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത്. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി മേഖലയിലെ USന്റെ ഊർജ്ജ സാങ്കേതിക വിദ്യ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നതായി ഇറാൻ പറഞ്ഞു. ഇറാനെതിരെ യുദ്ധം തുടങ്ങി 3 ആഴ്ച പിന്നിടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള പ്രതിസന്ധികളാണ് ട്രംപ് അഭിമുഖീകരിക്കുന്നത്. ആഗോള എണ്ണവില കുതിച്ചുയരുകയാണ്. സഖ്യകക്ഷികളിൽ നിന്ന് ഒറ്റപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധത്തിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കേണ്ട സ്ഥിതിയുമെത്തി. പിന്നാലെയാണ് ഇറാൻ മുന്നറിയിപ്പുമായി US രംഗത്തെത്തിയത്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി അടക്കം ഉന്നതർ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ ഭരണകൂടം തകർന്നില്ല എന്നതും US ഇന്റലിജൻസ് വിഭാഗം സമ്മതിക്കുന്നു. ഇസ്രയേലുമായി ചേർന്ന യുദ്ധലക്ഷ്യങ്ങൾ ഏറെക്കുറെ കൈവരിച്ചെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഗൾഫിലുടനീളം മിസൈൽ ആക്രമണം നടത്തിയും എണ്ണ വാതക വിതരണം സ്തംഭിപ്പിച്ചും ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിലെ ഇറാനിയൻ ആധിപത്യം തകർക്കാൻ നാറ്റോ സഖ്യകക്ഷികൾ സഹായിക്കാത്തതും ട്രംപിനെ ചൊടിപ്പിച്ചു. യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലേക്ക് അയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും സഖ്യകക്ഷികൾ വിമുഖത കാട്ടുന്നു. നാറ്റോ രാജ്യങ്ങളെ ഭീരുക്കളെന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിലെ ഡിമോണയും അറാദ് നഗരങ്ങളും ലക്ഷ്യമാക്കി ഇറാൻ ശനിയാഴ്ച നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റു. ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള ഡിമോണ നഗരം ആക്രമിച്ചതിന് പിന്നാലെ അറാദ് നഗരവും ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇറാൻ ഉദ്ദേശപൂർവ്വം സാധാരണ പൗരന്മാരെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതാണെന്ന് ഇസ്രയേൽ അധികൃതർ ആരോപിക്കുന്നു. ആക്രമണത്തിൽ കുട്ടികളടക്കം 100-ലധികം പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഡിമോണയിലും അറാദിലും പ്രതിരോധ മിസൈലുകൾ വിക്ഷേപിച്ചെങ്കിലും അവ ലക്ഷ്യം തകർക്കാൻ പരാജയപ്പെട്ടുവെന്നും 100 കണക്കിന് കിലോഗ്രാം ഭാരമുള്ള വാർ ഹെഡുകളോടുകൂടിയ ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് പതിച്ചുവെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അറാദ് നഗരത്തിലുണ്ടായ നേരിട്ടുള്ള മിസൈൽ പ്രഹരത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ചതായി ഇസ്രയേൽ ഫയർഫോഴ്സ് അറിയിച്ചു. അറാദിൽ മാത്രം കുറഞ്ഞത് 59 പേർക്ക് പരിക്കേറ്റതായി മെഡിക്കൽ സംഘം അറിയിച്ചു. ആദ്യം ആക്രമണം റിപ്പോർട്ട് ചെയ്തത് ഡിമോണ നഗരത്തിലാണ്. ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ നീക്കമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഡിമോണയ്ക്ക് സമീപമുള്ള ആണവ കേന്ദ്രം മിഡിൽ ഈസ്റ്റിലെ ഏക ആണവ ആയുധ ശേഖരമുള്ളതായി വ്യാപകമായി കരുതപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഡിമോണയിലെ ഒരു കെട്ടിടത്തിൽ മിസൈൽ നേരിട്ട് പതിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. രക്ഷാപ്രവർത്തന സംഘടനയായ മാഗൻ ഡേവിഡ് അഡോം നിരവധി സ്ഥലങ്ങളിൽ നിന്ന് 33 പേർക്ക് ചികിത്സ നൽകിയതായി അറിയിച്ചു. കൂട്ടത്തിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വ്യാപക നാശനഷ്ടവും ആശങ്കാജനകമായ സാഹചര്യവുമാണ് ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മിസൈലുകൾ കണ്ടെത്തിയതിന് പിന്നാലെ അവ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയതായി സൈന്യം അറിയിച്ചു. ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അതിവേഗത്തിൽ ആകാശത്ത് നിന്ന് പതിക്കുന്ന മിസൈൽ നഗരത്തിലേക്ക് വീഴുന്നതായി കാണാം. ഡിമോണ ആക്രമണത്തിന് മണിക്കൂറുകൾക്കകം അതിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള അറാദ് നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത ആക്രമണത്തിൽ 59 പേർക്ക് പരിക്കേറ്റതായി മെഡിക്കൽ സംഘം അറിയിച്ചു. ഇവരിൽ 6 പേർ ഗുരുതരാവസ്ഥയിലും 13 പേർ ഗുരുതരമല്ലാത്ത പരിക്കുകളും 40 പേർക്ക് ചെറിയ പരിക്കുകളോടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.